സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് യൂസ്ഡ് ടുനെ പറ്റിയുള്ളതാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, മലയാള ഭാഷ പോലെയല്ല ഇംഗ്ലീഷ്. നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് അതിലുള്ള ഒരു ഗുണം കിട്ടുള്ളൂ. മലയാള ഭാഷ തന്നെ നമുക്ക് എപ്പോഴും ശരിക്കും നമ്മൾ ചെറിയപ്പത്തിലാകുമ്പോൾ നമ്മളിങ്ങനെ ഈ അങ്ങനെ പഠിച്ചിട്ടല്ലേ അതായത്. പിന്നെ നമ്മൾ ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മലയാള ഭാഷ നമുക്ക് എളുപ്പമാവുന്നു. അതുപോലെ നമ്മൾ ചെറിയ ചെറിയ വാക്യങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അതിന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ പുതിയ പുതിയ വേർഡ്സുകൾ പഠിക്കുന്നത് കൊണ്ടും നമ്മൾക്ക് വളരെ ഇമ്പ്രൂവാണ്. കാരണം പുതിയ പുതിയ ഒരു വേർഡ് കിട്ടുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ അർത്ഥവും അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു 10 വേർഡ്സ് വെച്ചിട്ടെങ്കിലും പഠിക്കുന്നത് ഒരു ഫ്ലുവൻസി എളുപ്പമാകും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെ കുറേ നല്ല ശീലങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ നല്ല ശീലങ്ങളുണ്ടാവും, ചീത്ത ശീലങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ മുന്നേ ചെയ്തിരുന്ന ശീലങ്ങളും ഉണ്ടാവും. ഇപ്പം മുന്നേ മുന്നേ ആകുമ്പോൾ ഞാൻ 5 മണിക്ക് രാവിലെ എണീറ്റിരുന്നു. മുന്നേ ഞാൻ 9 മണിക്ക് എന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ എന്നും ഡെയിലി എക്സസൈസ് ചെയ്യായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറില്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് പറയുക എന്നാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾ പറയാം. ഐ ഗെറ്റ് അപ്പ് 5 o'clock ഏർലി ഇൻ ദ മോർണിംഗ് എവരി ഡേ. ഐ ഗെറ്റ് അപ്പ് 5 o'clock ഏർലി ഇൻ ദ മോർണിംഗ് എവരി ഡേ. ഞാൻ അതിരാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. ഞാനെന്നും അതിരാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. എന്താ പറയുക? ഐ ഗെറ്റ് അപ്പ് 5 o'clock ഏർലി ഇൻ ദ മോർണിംഗ് എവരി ഡേ. ഐ ഗെറ്റ് അപ്പ് 5 o'clock ഏർലി ഇൻ ദ മോർണിംഗ് എവരി ഡേ. ഞാനെന്നും അതിരാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ I do exercise for 1 hour every day. ഞാൻ എന്നും 1 മണിക്കൂർ വ്യായാമം ചെയ്യുന്നു. I do exercise for 1 hour every day. ഞാൻ എന്നും 1 മണിക്കൂർ വ്യായാമം ചെയ്യുന്നു. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് I have breakfast at 8 AM. ഞാൻ 8 മണിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 AM. ഞാൻ 8 മണിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. AM-ൻ്റെയും PM-ൻ്റെയും വ്യത്യാസം അറിയാമല്ലോ. കാരണം രാത്രി 12 മണി തൊട്ടിട്ട് അതായത് രാവിലെ 12 മണി വരെയാണ് AM യൂസ് ചെയ്യുക. പിന്നെ 12 മണിക്ക് തൊട്ടിട്ട് രാത്രി 12 മണിയാണ് PM യൂസ് ചെയ്യുക. പിന്നെ അടുത്ത എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഗോ ടു ഓഫീസ് അറ്റ് 9 AM. ഞാൻ 9 മണിക്ക് ഓഫീസിൽ പോകുന്നു. ഐ ഗോ ടു ഓഫീസ് അറ്റ് 9 AM. ഞാൻ 9 മണിക്ക് ഓഫീസിൽ പോകുന്നു. പിന്നെ അടുത്ത് പറയാൻ പോകുന്നത് ഐ പ്ലേ ക്രിക്കറ്റ് 1 hour every day in the evening. ഞാൻ 1 മണിക്കൂർ വൈകുന്നേരം 1 മണിക്കൂർ ക്രിക്കറ്റ് കളിക്കും. ഐ പ്ലേ ക്രിക്കറ്റ് ഫോർ 1 hour every day in the evening. ഞാൻ 1 മണിക്കൂർ ക്രിക്കറ്റ് കളിച്ചിരിക്കും. ഐ പ്ലേ ക്രിക്കറ്റ് 1 hour every day in the evening. ഞാൻ വൈകുന്നേരം 1 മണിക്കൂർ ക്രിക്കറ്റ് കളിക്കും. ഐ പ്ലേ ക്രിക്കറ്റ് ഫോർ 1 hour in the evening. ഞാൻ വൈകുന്നേരം 1 മണിക്കൂർ ക്രിക്കറ്റ് കളിച്ചിരിക്കും. അപ്പോൾ മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, പതിവായിട്ട് നമ്മൾ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറയില്ല, ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു, ഇതിനു മുമ്പ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ്ഡ് ടു എന്നുള്ള ഉപയോഗിക്കുക. യൂസ്ഡ് ടു തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഞാൻ മുമ്പ് അങ്ങനെ ചെയ്തിരുന്നു. മുന്നേ ഞാൻ 5 മണിക്ക് എണീറ്റിരുന്നു.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഇതേ എക്സാമ്പിൾ തന്നെ ഞാൻ റിപ്പീറ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഐ ഗെറ്റ് അപ്പ് 5 o'clock ഏർലി ഇൻ ദ മോർണിംഗ് എവറി ഡേ. അതിന് പകരം നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഐ യൂസ്ഡ് ടു ഗെറ്റ് അപ്പ് 5 o'clock ഏർലി ഇൻ ദ മോർണിംഗ് എവറി ഡേ. ഐ യൂസ്ഡ് ടു, നമ്മൾ ഫസ്റ്റ് ഐ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഐ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ യൂസ്ഡ് ടു ചോദിക്കുക. ഐ യൂസ്ഡ് ടു ഗെറ്റ് അപ്പ് 5 o'clock ഏർലി ഇൻ ദ മോർണിംഗ് എവറി ഡേ. ഐ യൂസ്ഡ് ടു ഗെറ്റ് അപ്പ് 5 o'clock ഏർലി ഇൻ ദ മോർണിംഗ് എവറി ഡേ. ഞാൻ 5 മണിക്ക് മുന്നേ, എങ്ങനെയാണ്, ഞാൻ ഇതിനു മുന്നേ 5 മണിക്ക് എഴുന്നേറ്റിരുന്നു. ഐ ഡു എക്സസൈസ് ഫോർ 1 hour എവറി ഡേ. ഞാൻ അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നമ്മൾ യൂസ്ഡ് ടു ചേർത്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഐ യൂസ്ഡ് ടു ഡു എക്സസൈസ് ഫോർ 1 hour എവറി ഡേ. ഞാൻ മുന്നേ 1 മണിക്കൂർ വ്യായാമം ചെയ്തിരുന്നു. ഐ യൂസ്ഡ് ടു ഡു എക്സസൈസ് ഫോർ 1 hour എവറി ഡേ. ഒന്നുകൂടി പറയാണ്, ഐ യൂസ്ഡ് ടു ഡു എക്സസൈസ് ഫോർ 1 hour എവറി ഡേ. അപ്പോൾ അതാണ് ഇതിന് മുന്നേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ്ഡ് ടു എന്നുള്ള പ്രയോഗം ഉപയോഗിക്കുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ പറയാം. ഐ യൂസ്ഡ് ടു ഹാവ് ലഞ്ച് അറ്റ് 1 PM. ഐ യൂസ്ഡ് ടു ഹാവ് ലഞ്ച് അറ്റ് 1 PM. ഞാൻ 1 മണിക്കാണ് ലഞ്ച് കഴിച്ചിരുന്നത്. ഐ യൂസ്ഡ് ടു ലഞ്ച് അറ്റ് 1 PM. ഞാൻ 1 മണിക്ക് ഉച്ചഭക്ഷണം കഴിച്ചിരുന്നു. ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക് യൂസ്ഡ് ടു എന്നുള്ള കാര്യങ്ങൾ? അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മൾ മുന്നേ ചെയ്തിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ ഓരോ കാര്യങ്ങളും ഇനി വേറെ വേറെ കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് എക്സാമ്പിളല്ലേ പറയുള്ളൂ. ഇതുപോലുള്ള എക്സാമ്പിൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you for all.